അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലി കുല്ലിം വസ്വഹാബത്തി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കൗൺസിൽ ഫോർ അർഷദീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ മീലാദ് സെമിനാറിൽ മീലാദ് തിരിച്ചടിയാവുന്ന ബിദ്അത്ത് വാദങ്ങൾ എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ലോക മുസ്ലിമീങ്ങൾ വിവിധ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അത്തരം ആഘോഷങ്ങളെയും സന്തോഷ പ്രകടനങ്ങളെയും അനിസ്ലാമികമാണെന്നും അത് അനാചാരമാണെന്നും പല സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങൾ അതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുസ്ലിമീങ്ങളെല്ലാം എക്കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വിശുദ്ധമായ മീലാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷപ്രകടനം നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. അത് വിവിധ രൂപങ്ങളിൽ, വിവിധ ശൈലികളിൽ ഏത് കാലത്തും അത് നടന്നിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഖസ്ത്വലാനി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. വലാസാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം വയഅമലൂനൽ വലായിമ വയതസദ്ദഖൂന ഫീ ലയാലിഹി ബിഅൻവാഇ സ്വദഖാതി വയുദ്ഹിറൂന സുറൂറ വയസീദൂന ഫിൽ മബറാത്തി വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജന്മമാസത്തിൽ അവർ പ്രത്യേകമായി സംഘടിക്കുകയും അതുപോലെ തന്നെ സദ്യ ഒരുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അവദാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സംഘടിക്കുകയും അതുപോലെ തന്നെ സദ്യയൊരുക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ സന്തോഷത്തിൻ്റെ വ്യത്യസ്തമായ പ്രകടനങ്ങൾ അവർ നടത്തുകയും ചെയ്യാറുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസ്ത്വലാനി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചു പോന്ന വളരെ പവിത്രമായ ഒരു രീതിയായിരുന്നു ഇത് എന്നാണ് ലോകം കണ്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ നമ്മുടെ കേരളീയ സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ആഗോള തലത്തിലും ഇതിൻ്റെ രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം ആഘോഷ പരിപാടികൾ വരുമ്പോൾ അതെല്ലാം അനാചാരമാണ് എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങൾ അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അൽമനാറിൽ അവർ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാൻ കഴിയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യം അല്ല എങ്കിൽ ഏതു കാര്യവും ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ കൽപ്പിക്കാത്ത കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ലാത്ത കാര്യം, അത്തരം കാര്യങ്ങളെല്ലാം ബിദ്അത്താകുന്നു എന്നാണ് അൽമനാറിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. 2011 ഫെബ്രുവരിയിൽ അവർ ഈ കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു നിർവചന പ്രകാരം നമ്മൾ എന്തുമാത്രം ഏതെല്ലാം കാര്യങ്ങളെ തള്ളിക്കളയേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ 2 ചട്ടക്കകത്ത് സംവിധാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ? ഇന്ന് കാണുന്ന രീതിയിൽ ആ 2 ചട്ടക്കകത്തുള്ള വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അൽമനാർ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യം അല്ല എങ്കിൽ ഏതു കാര്യവും
ബിദ്അത്താണ്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിൻ്റെ 2 ചട്ടക്കകത്ത് അത് സംവിധാനിച്ചത് ബിദ്അത്താണോ? ഇതാരാണ് പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബിദ്അത്ത്, അതിരുകടന്നുള്ള ബിദ്അത്ത് വാദം വഹാബി പ്രസ്ഥാനത്തെ കൊണ്ടെത്തിച്ച കുഴി, ആ കുഴിയുടെ ആഴം എത്രയാണ്? ഇനിയും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. നമ്മൾ വെള്ളിയാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ജുമുഅ, ആ ജുമുഅയിൽ നമ്മൾ നടത്തുന്ന പരിശുദ്ധമായ ആരാധനയായ ഖുതുബ, ആ ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ഭാഷയിലാണ് നിർവഹിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും എല്ലാം നിർവഹിച്ചിട്ടുള്ളത് അറബി ഭാഷയിലാണല്ലോ. നമ്മുടെ കേരളത്തിൽ ബിദ്അഈ പ്രസ്ഥാനങ്ങളൊക്കെ മലയാളത്തിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ തന്നെ ആചാര്യന്മാർ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇക്കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അൽ ഇർഷാദിൽ അവർ തന്നെ പറയുന്നത് കാണാൻ കഴിയും. വലാകിൻ ഹാ ഹുനാ ശൈഖുൻ ആഖർ യംബഗി അൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്ന ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി أن السلف الصالح من الصحابة والتابعين وتابعيهم رضي الله عنهم كانوا في البلاد العجم حينما يخطبون الخطب المشروعة يذكرون الطوابع بلغة أهل البلاد ويترجمون بها عقب ذكرها بالعربية بل نعلم أن النبي صلى الله عليه وسلم والصالحين من السلف كانوا يخطبون الخطب المشروعة أركانها وطوابعها كلها بالعربية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തുമെല്ലാം അറബിയല്ലാത്ത ഭാഷയിൽ അവിടുന്ന് ഖുതുബ നിർവഹിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. കേരളത്തിലെ ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ പള്ളികളിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ പള്ളികളെന്ന പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട കെട്ടിടങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുതുബ ഏത് ഭാഷയിലാണ്? മലയാള ഖുതുബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണോ? അല്ല. സ്വഹാബത്ത് ചെയ്തതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം, അവിടുന്ന് കൽപ്പിക്കാത്തതോ ചെയ്യാത്തതോ ആയ കാര്യം എന്താണെന്നാണ് അൽമനാർ രേഖപ്പെടുത്തി വെച്ചത്? അത് ബിദ്അത്താണെന്നാണ് രേഖപ്പെടുത്തി വെച്ചത്. ഇത് പ്രകാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയിൽ ഖുതുബ നിർവഹിച്ചു. ആ അറബിയല്ലാത്ത മലയാള ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനം ആരാണ് ഇവിടെ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാണ് യഥാർത്ഥ പുത്തൻവാദികൾ? ആരാണ് യഥാർത്ഥത്തിൽ അനാചാരത്തിന് കൊടിപിടിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഏത് കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, ഒരു കാലത്ത് അറിവില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ അറിവില്ലായ്മ നടിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വ്യാഖ്യാനം ബിദ്അത്തിന് നൽകി. ആ ബിദ്അത്തിന് നൽകിയത് കൊണ്ടുള്ള അപകടം ഇപ്പോൾ ബിദ്അഈ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അകത്തളങ്ങളിലെങ്കിലും അവരിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നൽകിയ വിശദീകരണങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ഖുതുബ, ആ ഖുതുബയിൽ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യോത്തരത്തിന് മറുപടിയായിക്കൊണ്ട് ബിദ്അഈ പ്രസ്ഥാനം രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ജുമുഅ ഖുതുബയുടെ ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്ത് ചൊല്ലുകയോ ചൊല്ലാൻ കൽപ്പിക്കുകയോ ചെയ്തതായി പ്രബലമായ ഹദീസുകളിൽ കാണുന്നില്ല. എങ്കിലും വിശുദ്ധ ഖുർആനിലെ 33-56 സൂക്തത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സ്വലാത്ത് ഖുതുബ തുടങ്ങുമ്പോൾ ചൊല്ലുന്നത് ബിദ്അത്താണെന്ന് പറയാവുന്നതല്ലെന്നാണ് മുസ്ലിം കരുതുന്നത്. സ്വലാത്ത് ഏതെങ്കിലും സന്ദർഭത്തിൽ വർജിക്കേണ്ടതാണെന്ന് അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് അത് തള്ളണം എന്നല്ല ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തതെല്ലാം ബിദ്അത്താണ്, അനാചാരമാണ് എന്നാണ് അൽമനാറിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതിന് വിരുദ്ധമായ രീതിയിലേക്ക് അവരുടെ വ്യാഖ്യാനങ്ങൾ എത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നിലക്ക് എത്രയോ അബദ്ധമായ അപകടകരമായ വാദങ്ങൾ, അതുപോലെ തന്നെ ഇനിയും നമുക്ക് കാണാൻ കഴിയും. സ്വലാത്ത് അത് ഖുർആൻ പാരായണം
പ്രാർത്ഥന മുതലായ അവിഭാജ്യ ഘടകങ്ങളാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഖുത്ബ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, ആ സ്വലാത്തിന് ഹദീസിൽ തെളിവില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അതേ പ്രസ്ഥാനം അതിന് അനുകൂലമായ രീതിയിൽ മറ്റൊരിക്കൽ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ആ നിലക്ക് രേഖപ്പെടുത്തി വന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇനി മറ്റൊരു ഭാഗത്ത് പറയുന്നത് കാണാം. ബിദഈ പ്രസ്ഥാനത്തിൻ്റെ അൽമനാറിൽ അവർ പറയുകയാണ് ഖുതുബയിൽ സ്വലാത്ത് അത് പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് എന്ന്. അൽമനാറിൽ 2009 മെയ് പേജ് 52 അവർ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നത് കാണാൻ കഴിയും. എങ്ങനെയാവണം ഖുതുബ എന്നത് പറഞ്ഞ് ആ ഖുതുബയുടെ റുക്കിനായി പ്രധാന ഘടകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ അവർ പറയുന്നു. നിങ്ങൾ നോക്കൂ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് ബിദ്അത്താണ്, അനാചാരമാണ്, മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞവർക്ക് ഈ വിഷയം തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നു. സ്വലാത്തിന് പ്രത്യേകമായ രൂപം, ആ പ്രത്യേകമായ രൂപം അത് ബിദ്അത്താണ് എന്നാണ് ബിദ്ഈ പ്രസ്ഥാനങ്ങൾ പല സമയങ്ങളിലായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ ലേഖനങ്ങളിലുള്ള കുറിപ്പുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ പേരിൽ ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താകുന്നു, അത് ചൊല്ലാൻ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളെ കൊച്ചാക്കുകയും അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയുകയും അത് ബിദ്അത്താണ് എന്ന് പറയുകയും ചെയ്തു വരുന്ന അതേ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകളുടെ വിവിധ സ്വലാത്തിൻ്റെ രൂപങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിശുദ്ധമായ ഖുർആനിനും അതുപോലെ തന്നെ തിരുസുന്നത്തിനും വിരുദ്ധമായ രീതിയിൽ വിശദീകരണം നൽകിയതുകൊണ്ടാണ് ഈ അപകടത്തിൽ അവർ പെട്ടുപോയിട്ടുള്ളത്. ഹംദും സ്വലാത്തുമെല്ലാം ഇതാ മൗലവിമാരെഴുതിയ വിവിധ പുസ്തകങ്ങളിൽ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന സ്വലാത്ത് അത് ഇബ്രാഹിമിയ സ്വലാത്തല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്വലാത്ത് തുടങ്ങുന്നത്. ഇനി മറ്റൊരു മൗലവി അൽ വിലായത്തു വൽ കറാമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന സ്വലാത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത് ഇബ്രാഹിമിയ സ്വലാത്താണോ? അല്ലല്ലോ. അങ്ങനെ വ്യത്യസ്തമായ സ്വലാത്തുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കുഞ്ഞീദ് മദനി അദ്ദേഹം കൊണ്ടുവരുന്ന സ്വലാത്ത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഹ്മദുല്ലാഹൽ അലിയ്യൽ അദീം വഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇതാ ഇബ്രാഹിമിയ സ്വലാത്തല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത സ്വലാത്തിൻ്റെ രൂപം. ഇങ്ങനെ എത്രയോ സ്വലാത്തുകൾ സുന്നത്തും ബിദ്അത്തും എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ കൊണ്ടുവരുന്ന MK അലി അക്ബർ മൗലവി ആമയൂരും അബ്ദുസ്സലാം സുല്ലമിയും അവർ കൊണ്ടുവരുന്ന സ്വലാത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത വിവിധ സ്വലാത്തിൻ്റെ വചനങ്ങൾ ഇവർ തന്നെയും എഴുതി വച്ചത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാലത്ത് ബിദ്അത്തിന് ഒരു നിർവചനം പറഞ്ഞു. ആ ബിദ്അത്തിൻ്റെ നിർവചനത്തിന് നേരെ വിരുദ്ധമായ രീതികൾ ഇവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെയും ഇവർക്ക് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധമായ നിസ്കാരത്തിലെ റുകൂഇലും സുജൂദിലും നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ, ആ ദിക്റിൽ വബിഹംദിഹി എന്ന് പറയുന്നത് ആക്ഷേപിക്കുന്ന രീതിയാണ് ഇവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വബിഹംദിഹി, ആ വബിഹംദിഹി പാടില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നവർ പിന്നീട് അതിനെ അംഗീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന പുസ്തകത്തിലും KNMന്റെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണം, ആ പ്രസിദ്ധീകരണത്തിലും വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നും അതുപോലെ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നും പറയുന്നത് അത് ബിദ്അത്താണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന് വിരുദ്ധമായ രീതിയിൽ
വബിഹംദിഹി എന്ന് പറയുന്നത് അത് ബിദ്അത്തല്ല, അത് അനാചാരമല്ല, അത് അനുവദനീയമാണ് എന്ന് ഇവർ രേഖപ്പെടുത്തി വെക്കുന്നു. നമുക്കറിയാം, മനഃശാന്തി പ്രാർത്ഥനയിലൂടെ എന്ന പുസ്തകത്തിൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലുന്നതിന് വിരോധമില്ല എന്നിവർ എഴുതി വച്ചിരിക്കുന്നു. ഒരു കാലത്ത് അനാചാരമാണ് എന്ന് പറഞ്ഞത് പിന്നീട് ആചാരമായി മാറുന്നു. ഇങ്ങനെ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾക്ക്, വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥമായ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമായ പല വ്യാഖ്യാനങ്ങളുമാണ് ഇവർ പല സമയങ്ങളിലും നിർവഹിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി സമയം നിർണയിക്കൽ, നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും സമയം നിർണയിക്കൽ അത് പാടില്ല, അത് ബിദ്അത്താണ് എന്ന് ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ഇവർ എഴുതി വെക്കുന്നു. സമയവും രൂപവും നിർണയിക്കപ്പെടാത്തതും ഏത് സമയത്തും ഏതു രൂപത്തിലും സൗകര്യം പോലെ ചെയ്യാവുന്നതുമായ ചില ഇബാദത്തുകളുണ്ട്. അതിന് പ്രത്യേക രൂപവും സമയവും നിർണയിച്ചാൽ അത് ബിദ്അത്താകും. അഥവാ പ്രത്യേകമായ സമയം, അതുപോലെ തന്നെ സമയം, രൂപം അത് നിർണയിക്കാൻ പാടില്ല, അത് ബിദ്അത്താണ് എന്ന് കേരളത്തിലെ ബിദ്അഈ പ്രസ്ഥാനം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതേ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന സെയ്ദ് മൗലവി രണ്ടത്താണി അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സിനെ പറ്റി പറയുകയാണ്. ഇർഷാദുൽ അനാം മദ്രസ കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല, രാത്രികളിൽ പ്രത്യേക സമയം നിശ്ചയിച്ചു മുതിർന്നവർക്കും മൗലവി അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകി എന്നാണ് സെയ്ദ് മൗലവി രണ്ടത്താണി അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞത് എന്താണ്? സമയം നിർണയിച്ചുകൊണ്ട് പ്രത്യേകമായ രൂപവും സമയവും നിർണയിച്ചുകൊണ്ട് ചെയ്യൽ അത് അനാചാരമാണ് എന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ അതിന് വിരുദ്ധമായ രീതിയിൽ പിന്നീട് പറയുന്നു. എന്തുമാത്രം വൈരുദ്ധ്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവരും ഖുർആൻ ക്യാമ്പയിൻ നടത്താറുണ്ട്. ആ ഖുർആൻ ക്യാമ്പയിൻ പലപ്പോഴും പിന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും നടത്താറുണ്ട്, ബിദ്അഈ പ്രസ്ഥാനങ്ങളും നടത്താറുണ്ട്. ആ ഖുർആനിൻ്റെ ക്യാമ്പയിന് തെളിവില്ല. ഒരു ചോദ്യോത്തരത്തിന് മറുപടിയായി അവരുടെ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് റമദാനിൽ ഖുർആൻ അവതരിച്ചുവെന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആചരണ പരിപാടികൾ നബിയുടെ കാലത്ത് നടന്നിട്ടുണ്ടോ? ഇതിനു മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആൻ ക്യാമ്പയിൻ നടന്നിട്ടില്ല. അൽമനാറിൽ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം അത് അനാചാരമാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഖുർആൻ ക്യാമ്പയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താത്തത് കൊണ്ട് ഇന്ന് മുജാഹിദുകൾ എങ്ങനെയാണ് ഖുർആൻ ക്യാമ്പയിൻ നടത്തുക? കാരണം അൽമനാറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അൽമനാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ കൽപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ആചാരത്തിന്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, പുറത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഇവർ ഖുർആൻ ക്യാമ്പയിൻ നടത്തും? അതുപോലെ തന്നെ പെരുന്നാളിന് നടത്തിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ മുസ്ലിം ലോകം മുഴുവനും ചൊല്ലുന്നു, ഇവരും ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഹദീസിലുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുക? ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മിഹ്റാബ് ഉണ്ടായിരുന്നോ? ഇല്ല. എങ്ങനെയാണ് മുജാഹിദ് പള്ളികൾക്ക് മിഹ്റാബ് എങ്ങനെ രൂപപ്പെട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ കൽപ്പിക്കാത്ത ഇത് അനാചാരമാണ് എന്ന് പറയേണ്ടി വരില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം, ബിദ്അഈ പ്രസ്ഥാനം ഒരു കാലത്ത് കടന്നു വന്ന് മുസ്ലിം ലോകം നിരാക്ഷേപം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ, ഇസ്ലാമിക ആചാരങ്ങളെ അനാചാരമാക്കിയപ്പോൾ, ബിദ്അത്തിന്റെ മുദ്ര കുത്തിയപ്പോൾ തീർച്ചയായും പ്രമാണങ്ങളുടെ വ്യാഖ്യാനം ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അവർക്കിപ്പോൾ ഏത് കാര്യവും തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഏത് കാര്യവും അവർക്കിപ്പോൾ തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഫൽയഫ്റഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന രൂപത്തിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഏത് രീതിയിലും, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് രീതിയിലും ആകാം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ ഈ നിലക്ക് ഈ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം അത് വളരെ വിപുലമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ ആകത്തുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഇങ്ങനെ ഒരു തെറ്റായ വിശദീകരണം ബിദ്അത്തിന് നൽകിയതുകൊണ്ടാണ് ഇത്രയും അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഈ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അനാചാരത്തിൻ്റെ ആരോപണം അവർക്ക് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നു. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ബിദ്അത്തിൻ്റെ ആരോപണം ഉന്നയിച്ചവർ ആ ബിദ്അത്തിൻ്റെ അനാചാരത്തിൻ്റെ പടുകുഴിയിൽ അവർ വീണിരിക്കുന്നു എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തി. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.